അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുഹൃത്തുക്കളെ, ഒരു പാവപ്പെട്ട പാൽക്കാരൻ ഹജ്ജിന് പോകുന്ന വഴിയിൽ ഒരു അത്ഭുതകരമായ സംഭവം നടന്നു. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഒരു അനുഭവം. എന്നാൽ യാത്രാമധ്യേ കടലിൽ മുങ്ങിപ്പോയ അവന് പിന്നീട് എന്താണ് സംഭവിച്ചത്? ഈ കഥ നിന്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തും. പ്രിയപ്പെട്ട കാഴ്ചക്കാരെ, ഏകദേശം 50 വർഷങ്ങൾക്ക് മുമ്പ് 1974 പാകിസ്ഥാനിലെ ലാഹോറിൽ നടന്ന ഒരു യഥാർത്ഥ കഥയാണ് ഇത്. ലാഹോറിൽ ഒരു യുവാവ് പാൽ വിറ്റാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. ഓരോ ദിവസവും അവൻ വീടുകളിൽ പാൽ എത്തിച്ചു കൊടുക്കുമായിരുന്നു. ഈ യുവാവിന്റെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമുണ്ടായിരുന്നു, ഹജ്ജ് ചെയ്യണമെന്ന ആഗ്രഹം. എല്ലാ വർഷവും ഹജ്ജ് കാലത്ത് ആളുകൾ ഹജ്ജിന് പോകുമ്പോഴോ തിരിച്ചെത്തുമ്പോഴോ പാൽക്കാരൻ അവരെ കാണാൻ പോകുമായിരുന്നു. അവരോട് ആവേശത്തോടെ സംസാരിക്കുകയും അവരുടെ കൈകൾ ചുംബിക്കുകയും ചെയ്യുമായിരുന്നു. ഹാജിമാരോട് അവന് അതിയായ സ്നേഹവും ബഹുമാനവും ഉണ്ടായിരുന്നു. ഒരു വർഷം ഹജ്ജ് സീസണിൽ അവൻ ആളുകളോട് ചോദിക്കാൻ തുടങ്ങി, സഹോദര, ഹജ്ജിന് എങ്ങനെ പോകും? ആരോ പറഞ്ഞു കറാച്ചിയിൽ നിന്നാണ് ഹജ്ജിന് പോകുന്നതെന്ന്. മറ്റൊരാൾ പരിഹസിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് ചൂണ്ടിപ്പറഞ്ഞു, ആ ട്രെയിനിൽ കയറൂ, നിന്നെ ഹജ്ജിലെത്തിക്കും. നിഷ്കളങ്കനായ ആ യുവാവ് ആ വാക്കുകൾ വിശ്വസിച്ച് ഒരു ട്രെയിനിൽ കയറി. ഒരു സ്റ്റേഷനിൽ ഇറങ്ങി വീണ്ടും ആളുകളോട് ഹജ്ജിന് പോകാനുള്ള വഴി ചോദിച്ചു. ഇങ്ങനെ അവൻ ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് യാത്ര ചെയ്തു. സത്യം പറഞ്ഞാൽ ഹജ്ജ് ചെയ്യണമെന്ന ആഗ്രഹം വർഷങ്ങളായി അവന്റെ ഹൃദയത്തിൽ കൊണ്ടു നടന്നിരുന്നു. ഈ തവണ എന്തു വന്നാലും നടന്നാണെങ്കിലും കഅബയിലെത്തുമെന്ന് അവൻ ഉറച്ച തീരുമാനമെടുത്തു. ഒരു ജ്ഞാനി പറഞ്ഞ ഒരു വാചകം അവന് ഓർമ്മ വന്നു. ആരെങ്കിലും ഹൃദയം നിറഞ്ഞ് കഅബ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ ഇച്ഛയനുസരിച്ചവനെ അത്ഭുതകരമായ വഴികളിൽ അവിടേക്കെത്തിക്കും. ഈ വിശ്വാസത്തിൽ ഉറച്ചവൻ വിശ്വാസത്തോടെയും ധൈര്യത്തോടെയും യാത്ര തുടങ്ങി. ആ വിശ്വാസമാണ് അവനെ ട്രെയിനിൽ കയറാൻ പ്രേരിപ്പിച്ചത്. സ്റ്റേഷനുകൾ മാറി മാറി യാത്ര ചെയ്യവേ കറാച്ചിയിൽ നിന്നാണ് ഹജ്ജിന് കപ്പലിൽ പോകുന്നതെന്ന് അവൻ മനസ്സിലാക്കി. അക്കാലത്ത് കപ്പലിൽ ഹജ്ജിന് പോകുന്നത് വളരെ പ്രചാരമുള്ളതായിരുന്നു. ഒരു ദിവസം ട്രെയിനിലെ ടിക്കറ്റ് ചെക്കർ ആ യുവാവിനെ ശ്രദ്ധിച്ചു. അവന്റെ നിഷ്കളങ്കതയും ഹജ്ജിനോടുള്ള അഗാധമായ ഭക്തിയും ടിക്കറ്റ് ചെക്കർക്ക് സഹതാപം തോന്നി. അവൻ പറഞ്ഞു, എന്നോടൊപ്പം വാ, ഞാൻ നിന്നെ കറാച്ചിയിലെത്തിക്കാം. അങ്ങനെ ഒരു ദിവസം പാൽക്കാരൻ കറാച്ചിയിലെത്തി. കറാച്ചി റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ അവൻ ആളുകളോട് ചോദിച്ചു, ഞാൻ ഹജ്ജിന് പോകാൻ ആഗ്രഹിക്കുന്നു, എവിടേക്കാണ് പോകേണ്ടത്? ആരോ ദയാപൂർവം ഹജ്ജ് ക്യാമ്പിലേക്ക് വഴി കാണിച്ചു. ഉടനടി അവൻ അവിടേക്ക് പോയി. ക്യാമ്പിൽ ഹജ്ജിന് തയ്യാറെടുക്കുന്ന നിരവധി ആളുകളെ അവൻ കണ്ടു. എന്നാൽ ഈ പാവപ്പെട്ട യുവാവിന് ടിക്കറ്റോ പാസ്പോർട്ടോ പണമോ ഇല്ലായിരുന്നു. എങ്കിലും ഹജ്ജ് ചെയ്യാനുള്ള തീവ്രമായ ആഗ്രഹം അവന്റെ ഹൃദയത്തിൽ ജ്വലിച്ചു. ഒരു ദിവസം അവന് ഒരു ആശയം തോന്നി. തീർത്ഥാടകരുടെ ലഗേജ് കപ്പലിലേക്ക് കൊണ്ടുപോകുന്ന പോർട്ടർമാർക്ക് കപ്പലിൽ കയറാൻ അനുമതിയുണ്ടെന്ന് അവൻ ശ്രദ്ധിച്ചു. അവൻ ഒരു പോർട്ടറുമായി സൗഹൃദം സ്ഥാപിക്കുകയും അവന്റെ യൂണിഫോം കടം വാങ്ങുകയും ചെയ്തു. പോർട്ടറുടെ വേഷത്തിൽ അവൻ തീർത്ഥാടകരുടെ ലഗേജ് കപ്പലിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. അവന്റെ ദുർബലമായ ശരീരം കണ്ട് മറ്റുള്ളവർക്ക് അവനെ വിശ്വസിക്കാൻ മടി തോന്നിയെങ്കിലും അവൻ വിനയത്തോടെ അപേക്ഷിച്ചു, ദയവായി എനിക്ക് നിന്റെ ലഗേജ് സൗജന്യമായി എടുക്കാൻ അനുവദിക്കൂ. ഞാൻ ഹാജിമാരെ സ്നേഹിക്കുന്നു. ദയവായി ഇത് എന്റെ തലയിൽ വയ്ക്കൂ. അങ്ങനെ പോർട്ടറുടെ വേഷത്തിൽ അവൻ വീണ്ടും വീണ്ടും കപ്പലിൽ കയറി. എല്ലാ ലഗേജും കപ്പലിൽ എത്തിച്ച ശേഷം അവൻ രഹസ്യമായി കപ്പലിന്റെ ഒരു മൂലയിൽ ഒളിച്ചു. കടം വാങ്ങിയ യൂണിഫോം തിരികെ നൽകിയവൻ തന്റെ സ്വന്തം വസ്ത്രങ്ങൾ ധരിച്ചു. മറ്റു തീർത്ഥാടകർ അവരുടെ ക്യാബിനുകളിൽ സുഖമായി വിശ്രമിച്ചപ്പോൾ അവൻ പുറത്തുനിന്ന് നിശബ്ദമായി സഹിച്ചു. ഒരിക്കൽ അവൻ കപ്പലിലെ ഒരു ദയാലുവായ മനുഷ്യനോട് ചോദിച്ചു, സഹോദരാ, ജിദ്ദ തുറമുഖത്ത് എപ്പോൾ എത്തും? ദയവായി എന്നോട് പറയൂ. ജിദ്ദ നഗരത്തിന്റെ വെളിച്ചം ദൂരെ നിന്ന് കാണപ്പെട്ടപ്പോൾ ആ മനുഷ്യൻ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു, നോക്കൂ, അവിടെയാണ്. അൽഹംദുലില്ലാ, മാസങ്ങളോളം നീണ്ട യാത്രക്ക് ശേഷം ഞങ്ങൾ ജിദ്ദയിലെത്തിയിരിക്കുന്നു. ഈ വാക്കുകൾ കേട്ടപ്പോൾ പാൽക്കാരൻ കപ്പലിന്റെ റെയിലിംഗിൽ കയറി പുണ്യ നഗരത്തിന്റെ തുറമുഖം ആകാംക്ഷയോടെ നോക്കി. വികാരാധീനനായ അവൻ ഒരു നിമിഷം പോലും ആലോചിക്കാതെ കടലിലേക്ക് ചാടി. അവന് പാസ്പോർട്ടില്ലെന്നും നിയമപരമായി കപ്പലിൽ നിന്നിറങ്ങി പുണ്യഭൂമിയിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്നും അവൻ അറിയാമായിരുന്നു. എന്നിട്ടും അവന് നീന്താനും അറിയില്ലായിരുന്നു. കടലിൽ ചാടിയ അവൻ മുങ്ങിപ്പോയി പിന്നീട് പുറത്തു വന്നില്ല. അവനോട് സംസാരിച്ചിരുന്ന മനുഷ്യൻ അവനെ തെരഞ്ഞു, പക്ഷേ ഒരു അടയാളവും കണ്ടില്ല. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കി അവൻ ദുഃഖത്തോടെ ശ്വാസം വിട്ടു. ഇത്
അള്ളാഹുവിൻ്റെ ഇച്ഛയായിരിക്കാമെന്ന് ചിന്തിച്ചു. നീണ്ട ഒരു മാസത്തെ ഹജ്ജ് യാത്ര പൂർത്തിയാക്കി കഅബയെ വലം വച്ച അറഫയിൽ നിൻമദീന സന്ദർശിച്ച പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പുണ്യ ഖബറിൽ സലാം അർപ്പിച്ച ശേഷം ആ മനുഷ്യൻ മക്കയിലേക്ക് തിരിച്ചെത്തി. ഒരു ദിവസം പുണ്യ മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവൻ അതേ പാൽക്കാരനെ കഅബയിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്നത് കണ്ടു. ആശ്ചര്യത്തോടെ അവൻ ചോദിച്ചു, സഹോദരാ, നീന്താൻ അറിയാതെ സന്തോഷത്താൽ കടലിൽ ചാടിയ ആൾ നീ തന്നെയല്ലേ? പാൽക്കാരൻ ശാന്തമായി മറുപടി പറഞ്ഞു, അതെ സഹോദരാ, അത് ഞാനാണ്. ആ മനുഷ്യൻ ചോദിച്ചു, പക്ഷേ നീ എങ്ങനെ രക്ഷപ്പെട്ടു? നിനക്കെന്താണ് സംഭവിച്ചത്? പാൽക്കാരൻ പറഞ്ഞു, വായന്റെ കൂടെ വാഞ്ഞാനെല്ലാം പറയാം. ആ മനുഷ്യൻ പാൽക്കാരനെ പിന്തുടർന്നു. പുറത്തെത്തിയപ്പോൾ ഒരു പുത്തൻ കാർ ഒരു ഡ്രൈവറോടൊപ്പം കാത്തുനിൽക്കുന്നത് അവൻ കണ്ടു. പാൽക്കാരൻ കാറിൽ കയറിയ മനുഷ്യനെ കൂടെ കയറാൻ ക്ഷണിച്ചു. അവർ ഒരു ഉയർന്ന നിലവാരമുള്ള പ്രദേശത്തേക്ക് പോയി ഒരു വലിയ വീടിന് മുന്നിൽ നിന്നു. വീടിനുള്ളിൽ പാൽക്കാരൻ അവനെ ഊഷ്മളമായി സ്വാഗതം ചെയ്തു പഴങ്ങളും ലഘുഭക്ഷണവും വിളമ്പാൻ കെയർടേക്കറോട് ആവശ്യപ്പെട്ടു. ആശ്ചര്യത്തോടെ ആ മനുഷ്യൻ ചോദിച്ചു, സഹോദരാ, നിനക്ക് പാസ്പോർട്ട് പോലും ഇല്ലാത്ത പാവപ്പെട്ട ഒരു പാൽക്കാരൻ ആയിരുന്നില്ലേ? ഇപ്പോൾ ഇവിടെ അറേബ്യയിൽ വേലക്കാരോടൊപ്പം ആഡംബര ജീവിതം നയിക്കുന്നു. പാൽക്കാരൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദരാ, എന്റെ കഥ ഞാൻ ഉടനെ പറയാം. പക്ഷേ ആദ്യം ഇതറിയൂ, ഈ കാറും ഈ വീടും എന്റേതാണ്. എന്റെ കഥ നിനക്കറിയാം. എല്ലാം എങ്ങനെ സാധ്യമായെന്ന് ഞാൻ പറയാം. പാൽക്കാരൻ തുടർന്നു, എന്റെ ഹൃദയത്തിൽ ഒരേയൊരു ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, അള്ളാഹുവിന്റെ ഭവനം കാണുക. ഈ തീവ്രമായ സ്നേഹം കാരണം അള്ളാഹു എന്നെ പ്രതിഫലിപ്പിച്ചു. ജിദ്ദയിലെത്തിയപ്പോൾ ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞുവോ, അള്ളാഹു, ഞാൻ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. എനിക്ക് പാസ്പോർട്ടോ രേഖകളോ ഇല്ല. അതിനുശേഷം ഞാൻ കടലിലേക്ക് ചാടി. എനിക്ക് നീന്താൻ അറിയില്ലെങ്കിലും ഞാൻ കൈകാലുകൾ ഇളക്കി പിടഞ്ഞു. തിരമാലകൾ എന്നെ കരയിലേക്ക് തള്ളിവിട്ടതുപോലെ തോന്നി. എന്റെ ശ്വാസകോശത്തിലും വയറ്റിലും വെള്ളം കയറി ഞാൻ ബോധം കെട്ടു. ബോധം തിരിച്ചു കിട്ടിയപ്പോൾ ഞാൻ കടൽ തീരത്ത് കിടക്കുകയായിരുന്നു. അത് ആഴമായ രാത്രിയായിരുന്നു. ഞാൻ ഇരുമ്പ് ഗ്രില്ലുകൾക്കുള്ളിൽ പ്രധാന ഗേറ്റ് അടച്ച നിലയിലൊരു ഇമിഗ്രേഷൻ സോണിൽ കുടുങ്ങിയിരുന്നു. അടുത്തൊരു വീട് ഞാൻ ശ്രദ്ധിച്ചു. അവിടെ ഒരു പശു ഒരു തൂണിൽ കെട്ടിയിരിക്കുന്നു. 2 പുരുഷന്മാർ ആ പശുവിനെ കറക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് എതിർത്ത് അവരെ അനുവദിച്ചില്ല. ഞാൻ അവർക്ക് ആംഗ്യം കാണിച്ചു. എനിക്കത് ചെയ്യാൻ അറിയാമെന്ന് പറയാൻ ശ്രമിച്ചു. എന്റെ മുഖം കണ്ടാൻ പശുവിനെ കറക്കാൻ അറിയാമെന്ന് അവർ ഊഹിച്ചു. ഒരാൾ പറഞ്ഞു, ഈ മനുഷ്യന് പശുവിനെ കറക്കാൻ കഴിയുമെങ്കിൽ ഗേറ്റ് തുറന്ന് അവനെ പുറത്തെടുക്കൂ. അള്ളാഹുവിന്റെ ഇച്ഛയാൽ എന്നെ തടഞ്ഞുവച്ചിരുന്ന ഷേഖ് പിന്നീട് അവരുടെ പശുവിനെ കറക്കാൻ സഹായിക്കാൻ എന്നെ വിട്ടയച്ചു. ഷേഖിന്റെ മകൻ ഗുരുതരമായി രോഗിയായിരുന്നു. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവന് പുതിയ പശുപ്പാൽ ആവശ്യമായിരുന്നു. അതിനായി അവർ ഒരു പശുവിനെ വാങ്ങിയിരുന്നു. എന്നാൽ പശുപാൽ ഉൽപ്പാദിപ്പിച്ചെങ്കിലും അത് വളരെ ആക്രമണോത്സുകമായിരുന്നതിനാൽ ആർക്കും അതിനെ കറക്കാൻ കഴിഞ്ഞില്ല. ഷേഖും അവന്റെ ഭാര്യയും ഈ സാഹചര്യത്തിൽ വളരെ അസ്വസ്ഥരായിരുന്നു. ഞാൻ പശുവിനെ കറക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ ഷേഖിന്റെ ഭാര്യ ഇടപെട്ടെന്നെ വിട്ടയക്കാൻ ഭർത്താവിനെ ബോധ്യപ്പെടുത്തി. മറ്റാർക്കും ആ പശുവിനെ അടുക്കാൻ പോലും കഴിഞ്ഞിരുന്നില്ല. ഞാൻ പശുവിന്റെ തല മെല്ലെ തലോടി എന്റെ രീതിയിൽ സൗമ്യമായി സംസാരിച്ചു. അള്ളാഹുവിന്റെ കൃപയാൽ പശു ശാന്തമായി. ഒരൊറ്റ ഇരിപ്പിൽ ഞാൻ ഏകദേശം 8 മുതൽ 10 ലിറ്റർ വരെ പാൽ കറന്നെടുത്തു. ഷേഖിന്റെ ഭാര്യ അത്ഭുതപ്പെട്ടു. ഈ പശുവിനെ വാങ്ങിയതിനു ശേഷം ഞങ്ങൾക്ക് ഇതിന്റെ പകുതി പോലും പാൽ ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, ഈ മനുഷ്യനെ വിട്ടയക്കരുത്. പിന്നീട് ഞാൻ ഷേഖിനെ കണ്ടു. അവൻ ചോദിച്ചു, നീ ആരാണ്? എവിടെ നിന്നാണ് വന്നത്? ഞാനെല്ലാം പറഞ്ഞു. ഞാൻ പാകിസ്ഥാനിൽ നിന്ന് ഹജ്ജിന് വന്ന പാവപ്പെട്ട ഒരു മനുഷ്യനാണെന്ന്. ഷേഖ് പറഞ്ഞു, നിന്നെ ഞാൻ തിരികെ വിടില്ല. നിനക്ക് പശുവിനെ കറക്കാൻ മികച്ച കഴിവുണ്ട്. ഞാൻ മറുപടി പറഞ്ഞു, ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഹജ്ജ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്റെ ഹൃദയം ശാന്തമാകില്ല. അതാണ് എന്റെ യാത്രയുടെ ലക്ഷ്യം. അവർ എന്നോട് ഹജ്ജിനെക്കുറിച്ച് വിഷമിക്കേണ്ടെന്നും അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാമെന്നും ഉറപ്പു നൽകി. പിറ്റേ ദിവസം ഷേഖിന്റെ ഭാര്യ തന്റെ പിതാവിനെ വിളിച്ച് എല്ലാ കഥയും പറഞ്ഞു. അവരുടെ പിതാവിന് ഏകദേശം 200 പശുക്കളും എരുമകളുമുള്ള ഒരു വലിയ കാലിഫാം ഉണ്ടായിരുന്നു. അവൻ എന്നെ തന്റെ ഫാമിന്റെ സ്ഥിരം സൂപ്പർവൈസറായി നിയമിച്ചു. ഷേഖ് എന്നെ ഫാമിലേക്ക് കൊണ്ടുപോയി അവിടെ എന്നെ പരിചയപ്പെടുത്തി.
അവന്റെ മരുമകൻ പറഞ്ഞു, നീ ഇവിടെ താമസിക്കണം, ഫാമിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, പുതിയ തൊഴിലാളികളെ പരിശീലിപ്പിക്കുകയും വേണം. കറവ സമയമെത്തിയപ്പോൾ ഞാൻ ഒരു സെഷനിൽ 20 മുതൽ 25 വരെ പശുക്കളെ കറന്നു. അവർ ഞെട്ടിപ്പോയി. ഇത്രയധികം പാൽ ലഭിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. ഞങ്ങളുടെ പശുക്കൾ ഇത്രയും പാൽ ഉൽപ്പാദിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, നീ ഇവിടെ തന്നെ തങ്ങണം, ഞങ്ങൾ നിന്നെ വിടില്ല. നിന്റെ ഹജ്ജിന്റെ ഏർപ്പാടുകൾ ഞങ്ങൾ ചെയ്യും. ഞാൻ എൻ്റെ ഭാര്യയും കുട്ടികളും വീട്ടിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട. ഞാനൊരു പുതിയ വീട് പണിതിട്ടുണ്ടത് നിനക്ക് തരുന്നു. ഈ കാർ നിന്റെ കണ്യാൻ പുതുതായി വാങ്ങിയതാണതും നിനക്ക് സമ്മാനിക്കുന്നു. ഇനി നിന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും പേര്, വിലാസം തരൂ, ഞങ്ങൾ അവർക്ക് വിവരമയക്കാം. അവർ വാഗ്ദാനം ചെയ്തു, അടുത്ത കപ്പലിൽ 1 മാസത്തിനുള്ളിൽ നിന്റെ ഭാര്യയും കുട്ടികളും ഇവിടെ എത്തും. നിനക്ക് അവരോടൊപ്പം ഹജ്ജ് ചെയ്യാം. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എല്ലാ വർഷവും ഹജ്ജ് ചെയ്യാം. പ്രിയ സഹോദര, 1 മാസത്തിനുള്ളിൽ എൻ്റെ ഭാര്യയും കുട്ടികളും ഇവിടെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഹജ്ജ് പൂർത്തിയാക്കി. അള്ളാഹുവിൻ്റെ ഭവനം കാണാനുള്ള എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹവും അള്ളാഹുവിലുള്ള പൂർണ്ണ വിശ്വാസവുമാണ് എന്നെ ഇവിടേക്കെത്തിച്ചത്. അള്ളാഹു എനിക്ക് ഈ ലോകത്ത് അനുഗ്രഹങ്ങൾ നൽകി പരലോകത്തിനുള്ള പ്രതിഫലമായി അവൻ്റെ പുണ്യഭവനത്തിനു ചുറ്റും തവാഫ് ചെയ്യാനുള്ള അവസരവും നൽകി. ഇനി ഞാൻ എല്ലാ വർഷവും കഅബ സന്ദർശിക്കും ഇൻഷാ അല്ലാഹ്. പ്രിയ കാഴ്ചക്കാരെ, ഹജ്ജിനോടുള്ള ശുദ്ധമായ ഉദ്ദേശ്യത്തിൻ്റെ പ്രാധാന്യം ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.